നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യേ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം സ്കന്ധം 2 അധ്യായം 5. ഇപ്പോൾ ശന്തനു സത്യവതിയോട് പറയുകയാണ്, ഞാൻ നിന്നിൽ അനുരക്തനാണ്, എനിക്ക് ഭാര്യയില്ല, അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കണമെന്ന്. അപ്പോൾ സത്യവതി പറയുന്നു, എനിക്കും അങ്ങയെ ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലും ഞാൻ സ്വതന്ത്രയല്ല, എൻ്റെ അച്ഛൻ്റെ ഇഷ്ടമാണ് പ്രധാനമല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ചൊന്നും പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് അങ്ങ് ചെന്ന് എൻ്റെ അച്ഛനോട് ചോദിക്കൂ എന്ന് അവൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ രാജാവ് ദാശപതിയുടെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തോട് കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, എനിക്ക് അങ്ങയുടെ മകളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന്. അപ്പോൾ ദാശൻ വളരെ ആദരവോടുകൂടി ആണ് പെരുമാറുന്നത്. അങ്ങ് എനിക്ക് അങ്ങയുടെ പുത്രിയെ നൽകുമെങ്കിൽ ഞാൻ അവളെ ഭാര്യ ആക്കിക്കൊള്ളാം, ഈ പറയുന്നത് സത്യമാണ്, കളവല്ല എന്ന് രാജാവ് പറയുന്നു. അപ്പോൾ ദാശൻ എന്താണ് ഉത്തരം പറയുന്നതെന്ന് നോക്കാം. ദാശ ഉവാച. ശ്ലോകം 31. കന്യാരത്നം മദീയം ചേദ്ത്വം പ്രാർത്ഥയസേ നൃപ ദാതവ്യം തു പ്രദാസ്യാമി ന തദ്വേയം കദാചന. മഹാരാജാവേ, എൻ്റെ ഈ കന്യാരത്നത്തിനെ അവിടുന്ന് വന്നർത്ഥിച്ചാൽ തരേണ്ടതായതുകൊണ്ട് തന്നേ മതിയാവൂ, ഒരിക്കലും തരാതിരിക്കില്ല. ശ്ലോകം 32. തസ്യ പുത്രോ മഹാരാജ ത്വദന്തേ പൃഥിവീപതിഃ സർവഥാ ചാഭിഷേക്തവ്യോ നാന്യ പുത്രാസ്തവേതി വൈ. മഹാരാജാവേ, അവളുടെ പുത്രൻ അങ്ങയുടെ കാലശേഷം രാജാവായി അഭിഷിക്തനാവണം. അവിടുത്തെ മറ്റൊരു പുത്രനും ആ അവകാശം നൽകാൻ പാടില്ല. സൂത ഉവാച. ശ്ലോകം 33. ശ്രുത്വാ വാക്യം തു ദാശസ്യ രാജാ ചിന്താതുരോഭവത് ഗാംഗേയം മനസാ കൃത്വാ നോവാച നൃപതിസ്തദാ. ദാശൻ്റെ വാക്ക് കേട്ടിട്ട് രാജാവ് ചിന്താകുലനായി തീർന്നു. ഗാംഗേയനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് രാജാവ് അപ്പോൾ ഒന്നും പറഞ്ഞില്ല. ശ്ലോകം 34. കാമാതുരോ ഗൃഹം പ്രാപ്ത ചിന്താവിഷ്ടോ മഹീപതി സസ്നൗ ബുഭുജേ നാഥ ന സുഷ്വാപ ഗൃഹം ഗതഃ. കാമാതുരനായി കൊട്ടാരത്തിലെത്തിയ രാജാവ് ചിന്താവിഷ്ടനായി തീർന്നു. കുളിച്ചില്ല, ഉണ്ടില്ല, ഉറങ്ങിയതുമില്ല. ശ്ലോകം 35. ചിന്താതുരം തു തം ദൃഷ്ട്വാ പുത്രോ ദേവവ്രതസ്തദാ ഗത്വാ പൃച്ഛന്മഹീപാലം തദാ സന്തോഷകാരണം. പുത്രനായ ദേവവ്രതൻ പിതാവ് ചിന്താവിഷ്ടനായിരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് സന്താപത്തിന് കാരണമെന്താണെന്ന് അന്വേഷിച്ചു. ശ്ലോകം 36. ദുർജയ കോസ്തി ശത്രുസ്തേ കരോമി വശകം തവ കാ ചിന്താ നൃപശാർദൂല സത്യം വദ നൃപോത്തമ. അങ്ങേക്ക് ജയിക്കാനാവാത്ത ശത്രു ആരുണ്ട്? അവനെ ഞാൻ അങ്ങേക്ക് കീഴ്പ്പെടുത്തി തരാം. നൃപോത്തമ, അങ്ങയുടെ ചിന്ത എന്തിനെക്കുറിച്ചാണ്? സത്യം പറഞ്ഞാലും. ശ്ലോകം 37. കിം തേന ജാതേന സുതേന രാജൻ ദുഃഖം ന ജാനാതി ന നാശയേദ്യഃ ഋണം ഗൃഹീതും സമുപാഗതോസൗ പ്രാഗ്ജന്മനാത്ര വിചാരണാസ്തി.
അച്ഛൻ്റെ ദുഃഖം എന്തെന്നറിഞ്ഞ് അതിന് പരിഹാരം കാണാത്ത പുത്രൻ ഉണ്ടായതുകൊണ്ട് എന്തു പ്രയോജനം? മുജ്ജന്മത്തിലെ കടം പിരിക്കാൻ വന്നവനാണ് പുത്രൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്ലോകം 38. വിമുച്യ രാജ്യം രഘുനന്ദനോപി താതാജ്ഞയാ ദാശരഥിസ്തു രാമഃ വനം ഗതം ലക്ഷ്മണജാനകീഭ്യാം സഹൈവ ശൈലം കില ചിത്രകൂടം. ദശരഥപുത്രനായ രഘുനന്ദനൻ പോലും അച്ഛൻ്റെ ആജ്ഞയെ കൈക്കൊണ്ട് രാജ്യം വെടിഞ്ഞ് ലക്ഷ്മണൻ, സീത എന്നിവരോടുകൂടി വനത്തിൽ ചെന്ന് ചിത്രകൂട പർവ്വതത്തിൽ വസിച്ചില്ലേ? 38 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.